എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th സ്പർശ് ഭാഗ് 1-ലെ ലാസ്റ്റ് ചാപ്റ്ററായ ഖുശ്ബു രച്തേ ഹേ ഹാത്താണ്. ഇത് എഴുതിയിരിക്കുന്നത് അരുൺ കമലാണ്. ഇത് അദ്ദേഹം എഴുതിയിരിക്കുന്നത് 2 കവിതകളായിട്ടാണ്. ഫസ്റ്റ് കവിത നയി ഇലാക്കമേ ഞാൻ ക്ലാസ് വിട്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസർ വിട്ടിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കവിതയായ ഖുശ്ബു രച്തേ ഹേ ഹാത്താണ്. ഇതിൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ക്വസ്റ്റ്യൻ ആൻസറാണ്. നോക്കാം നമുക്ക്. निम्नलिखित प्रश्नों के उत्तर दीजिए. खुशबू रचने वाले हाथ कैसी परिस्थितियों में तथा कहाँ कहाँ रहते हैं? സുഗന്ധമുണ്ടാക്കുന്ന കൈകൾ ഏതെല്ലാം ചുറ്റുപാടിൽ, പരിസ്ഥിതിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെല്ലാം ചുറ്റുപാടിൽ എവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നതെന്ന്. खुशबू रचने वाले हाथ गरीबी और अभावग्रस्त अमानवीय परिस्थितियों में गंदे नाले के किनारे कूड़े करकट के डेर के पास छोटी छोटी बस्तियों की तंग गलियों में रहते हैं. वहाँ की बदबू से नक फट जाएगी. എന്താണ് അദ്ദേഹം പറയുന്നത്? സുഗന്ധമുണ്ടാക്കുന്ന ആ കൈകൾ എവിടെയാണ് താമസിക്കുന്നത്? ഗരീബി, ദാരിദ്ര്യത്തിൽ. ഗരീബി എന്ന് പറഞ്ഞാൽ എന്താണ്? ദാരിദ്ര്യം. വളരെയധികം ദാരിദ്ര്യത്താലും അവർ അഭാവഗ്രസ്ത്, വീടുകളൊന്നുമില്ലാതെ, അമാനവീയ, ഒരു മനുഷ്യർ താമസിക്കാൻ പറ്റാത്തത്ര മോശമായ പരിസ്ഥിതിയോമേ ചുറ്റുപാടുകളിൽ, ഗന്ധേ നാലേക്ക് കിനാരെ, അഴുക്ക് നിറഞ്ഞ തെരുവുകളോട് ചേർന്നുകൊണ്ട്, കൂടെ കറക്കടുക്കെ ഡേർ കെ പാസ്, ഒരുപാട് വേസ്റ്റുകൾ കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ, ചോട്ടി ചോട്ടി ബസ്തിയോങ്കി, ചെറിയ ചെറിയ കോളനികളിലാണ്, ഗലിയോമേ രഹത്തേഹെ, തങ്ക് ഗലിയോമേ രഹത്തേഹെ എന്നാണ്, ചെറിയ ചെറിയ കോളനികളിലാണ്, ഒരുപാട് വേസ്റ്റുകൾ നിറഞ്ഞ് കുന്നുകൂടി കിടക്കുന്ന ചെറിയ ചെറിയ കോളനികളാണ് അവർ താമസിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. വഹാങ്കി ബദ്ബൂസെ നാക്ക് ഫട്ട് ജായേഗി. നമ്മൾ പറയില്ലേ, സ്മെല്ല് കൊണ്ട് നമ്മൾ മൂക്ക് പൊത്തുന്നു, മണം കേട്ടിട്ട് നമ്മൾ മൂക്ക് പൊത്തുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മൂക്ക് പൊത്തേണ്ടതായിട്ട് വരും. കാര്യം അത്രയ്ക്കും ബാഡ് സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് എങ്ങനെയുള്ളവർ താമസിക്കുന്നത്? ലോകം മുഴുവനും സുഗന്ധം പരത്തുന്ന അഗർബത്തികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ചുറ്റുപാട് എങ്ങനെയാണ്? വളരെയധികം അഴുക്ക് നിറഞ്ഞ ചുറ്റുപാട്. കവിതാമേ കിത്തനെ തരക്കെ ഹാത്തോങ്കി ചർച്ച ഹുയി ഹെ. കവിതയിലെ ഏതൊക്കെ തരത്തിലുള്ള കൈകളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പഠിച്ചു പലതരത്തിലുള്ള കൈകളെക്കുറിച്ച്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഉപരി നസോം വാലെ ഹാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ക്ഷീണിച്ചിട്ട് ഞരമ്പുകൾ, നസം എന്ന് പറഞ്ഞാൽ ഞരമ്പുകളെല്ലാം പൊങ്ങിയ കൈകൾ. അത് ഒരുപാട് പ്രായമായ ആൾക്കാർ, അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യമല്ലേ, അപ്പോൾ പട്ടിണി കിടന്ന് ശോഷിച്ച കൈകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗിസെ നാക്കുൻ വാലെ ഹാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഗിസെ നാക്കുൻ വാലെ ഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നഖങ്ങൾ പൊട്ടിയ കൈകൾ. പീപ്പിൾ കെ നയെ പത്തേ ജയ്സെ ഹാത്ത്, അതായത് ആലിൻ്റെ പുതിയ ഇലകൾ പോലുള്ള കൈകൾ. ജൂഹിക്ക് ഡാൽ ജയ്സെ ഹാത്ത്, അതായത് മുല്ലപ്പൂവിൻ്റെ ഡാൽ എന്ന് പറഞ്ഞാൽ ആ ബ്രാഞ്ചസ്, അതായത് ചെറിയ ചെറിയ തണ്ടുകൾ പോലുള്ള കൈകൾ. കടേപ്പിടെ ഓർ ജഗ്മി ഹാത്ത്, കീറിയതും പൊട്ടിയതുമായ അഴുക്ക് നിറഞ്ഞ കൈകൾ. അങ്ങനെയുള്ള കൈകളെ കുറിച്ച് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രായം ചെന്നവർ, വൃദ്ധന്മാരും അതുപോലെ തന്നെ യുവാക്കളും ചെറിയ കുട്ടികളുമൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കവിനെ യ ക്യോ കഹാ ഹേ കി ഖുശ്ബു രച്തേ ഹേ ഹാത്ത്. കവി എന്താണ് പറയുന്നത്? എന്തുകൊണ്ടാണ് കവി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഖുശ്ബു രച്തേ ഹേ ഹാത്ത് എന്താണ്? സുഗന്ധമുണ്ടാക്കുന്ന കൈകളെന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? കവി കാ കഹനാ ഹേ കി ജിൻ ഹാത്തോं द्वारा कवि का कहना है कि जिन हाथों द्वारा दुनिया भर में खुशबू फैलाई जाने वाली अगरबत्तियाँ बनाते हैं, वे लोग गंदी जगहों पर रहते हैं. वे लोग अपना जीवन कठिन परिस्थितियों में रहकर जीते हैं. കവി എന്താ പറയുന്നത്? ജിൻ ഹാത്തോं द्वारा, ഏത് കൈകൾ മൂലമാണോ, ദുനിയാ ഭർമേ, ഏത് കൈകൾ കൊണ്ടാണോ ലോകം മുഴുവനും, ഖുശ്ബു ഫൈലായി ജാനെ വാലി, സുഗന്ധം പരത്തുന്ന അഗർബത്തികൾ ഉണ്ടാക്കുന്നത്, വേ ലോഗ് ഗന്ദി ജഗഹോം പർ രഹത്തെ ഹെ, അവർ വളരെയധികം അഴുക്ക് നിറഞ്ഞ സ്ഥലങ്ങളിലാണ് താമസിക്കുന്നത്. വേ ലോഗ് അപ്നാ ജീവൻ കഠിൻ പരിസ്ഥിതിയോമേ രഹക്കർ ജീത്തെ ഹെ, അവർ വളരെയധികം ബുദ്ധിമുട്ടുള്ള അവരുടെ ജീവിതം എന്താണ്? വളരെയധികം കഠിൻ പരിസ്ഥിതി, അതായത് വളരെയധികം മോശം കണ്ടീഷനാണ് അവരുടെ ജീവിത രീതി.
जहाँ अगरबत्तियाँ बनाते हैं वहाँ का माहौल कैसे होता है. എവിടെയാണോ അഗർബത്തിയിൽ ഉണ്ടാക്കുന്നത് അവിടെയുള്ള മാഹോൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉള്ള അവസ്ഥ എന്താണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് തന്നെ. ജഹാം അഗർബത്തിയാം ബനാത്തേ ഹെ വഹാ മാഹോൽ അത്യന്ത ഗന്ധ ഹോത്താ ഹെ, വളരെയധികം അഴുക്ക് നിറഞ്ഞതാകുന്നു. ഗന്ധേ നാലേ സെ ഉഠ്തി ബദ്ബൂസെ ദുർഗന്ധ് ഫൈൽ ജാത്തി ഹെ, അഴുക്ക് നിറഞ്ഞുകൊണ്ടുള്ള ആ തോടുകളെല്ലാം എന്താണ് ദുർഗന്ധം വ്യാപിക്കുന്നു. ഇസ് ബദ്ബൂസെ ഏസാ ലഗ്താ ഹെ ജൈസെ നാക്ക് ഫട്ട് ജായേഗി, എന്താണ് മൂക്ക് പൊട്ടിപ്പോകുമെന്നുള്ളൊരവസ്ഥ പോലെയാണെന്നാണ് കവി പറയുന്നത്. ഇസ് കവിതക്കോ ലിഖ്നെ കാ മുഖ്യ ഉദ്ദേശ് ക്യാ ഹെ, ഈ കവിത എഴുതാനുള്ള ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. इस कविता को लिखने का मुख्य उद्देश्य है समाज में मजदूर वर्गों के दयनीय अवस्था का चित्रण करना. കവിതയുടെ ഉദ്ദേശം എന്താണ്, സമൂഹത്തിൽ മസ്ദൂർ എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗങ്ങളുടെ ദയനീയ അവസ്ഥ, അവരുടെ ദയനീയ അവസ്ഥയെ ചിത്രീകരിച്ച് കാണിക്കുക. ദുനിയാ ഭർ മേ അപ്നെ ഹാത്തോം സെ ബനായി അഗർബത്തിയോം കെ മാധ്യം സെ, ലോകം മുഴുവനും തങ്ങളുടെ കൈകൊണ്ടുണ്ടാക്കിയ അഗർബത്തികളിലൂടെ സുഗന്ധ ഫൈലാനെ വാലെ മസ്ദൂരോങ്കി സുഗന്ധം അവരുടെ കൈകളിലൂടെ ഉണ്ടാക്കുന്ന ആ അഗർബത്തികൾ അല്ലെങ്കിൽ ചന്ദനത്തിരികൾ വളരെയധികം സുഗന്ധമുള്ളതാണ്. അത് ലോകം മുഴുവനും അവർ ഉണ്ടാക്കി വിൽക്കുന്നു. പക്ഷേ അവരുടെ ആ മസ്ദൂരോങ്കി, ആ തൊഴിലാളിയുടെ ഗരീബി, അവരുടെ ആ ദാരിദ്ര്യം, അതുപോലെ തന്നെ ഉൻ ലോകോങ്കി ദയനീയ അവസ്ഥ, അവരുടെ ആ ദയനീയ അവസ്ഥകൾ സമാജിക്ക് അന്യവർഗവും കോബി, സമൂഹത്തിലെ മറ്റുള്ള ആൾക്കാർ അല്ലെങ്കിൽ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കുക. അതിലൂടെ ഇസ്കെ അലാവ സമാജമേ ഉൻ ലോകോം കേലിയെ പരിവർത്തൻ ലാന, സമൂഹത്തിൽ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്താൽ, അങ്ങനെയുള്ള ഉദ്ദേശത്താലാണ് കവി ഇവിടെ ഈ കവിത എഴുതാനുള്ള കാരണം. നെക്സ്റ്റ് എന്താണ്, വ്യാഖ്യ കീജിയെ പീപ്പിൾ കെ പത്തേ സെ നയേ ഹാത്ത് ജൂഹി കി ഡാൽ സെ ഖുശ്ബുദാർ ഹാത്ത്, എന്താണ് ഇവിടെ അങ്ങനെ ഈ ലൈൻസിന് എന്താണ് ഉദ്ദേശിക്കുന്നത്? കവി അഗർബത്തിയാം ബനാനെ വാലെ മസ്ദൂരോं के बारे में बताते हैं कि, അഗർബത്തികൾ ഉണ്ടാക്കുന്ന തൊഴിലാളികളെ കുറിച്ച് കവി എന്താ പറയുന്നത്? ഇസ് കാം കർനെ വാലോ മേ പീപ്പിൾ കെ പത്തേ ജൈസെ സുകോമൽ ഹാത്ത്, ഈ ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ പീപ്പിൾ കെ പത്തേ ജൈസെ സുകോമൽ ഹാത്ത്, ആലിൻ്റെ ഫ്രഷ് ഇലകൾ പോലുള്ള നല്ല കോമളമായ കൈകളും, അതാരെക്കുറിച്ചിട്ടാണ്? ലഡ്കോങ്കെ, ചെറിയ ആൺകുട്ടികളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പിന്നെന്താണ്? ജൂഹിക്ക് ഡാൽ ജയ്സെ, അതായത് മുല്ലപ്പൂവിൻ്റെ ആ തണ്ട്, ചെറിയ തണ്ട് പോലുള്ള നവയുവതിയോങ്കെ സുന്ദർ ഹാത്ത്, അത് ചെറിയ പെൺകുട്ടികളെ കുറിച്ചിട്ടാണ് കവി ആ കൈകളെ വർണ്ണിച്ചിരിക്കുന്നത്. സുന്ദർ ഹാത്ത് ബി യഹാ കാം കർത്താ ഹെ, അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ ആൾക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു എന്നാണ് കവിതയിലൂടെ അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് എന്താണ്? ദുനിയ കി സാരി ഗന്ദഗി കെ ബീച്ച് ദുനിയ കി സാരി ഖുശ്ബു രചത്തെ ഹെ ഹാത്ത്, कवि ने इन पंक्तियों में खुशबू रचने वाले मजदूरों के बारे में बताते हैं कि इन मजदूरों को दुनिया की सारी गंदगी के बीच रहने को विवश करता है. ऐसे गंदे स्थानों पर रहकर सारी दुनिया में सुगंध फैलाने वाले अगरबत्तियाँ बनाते हैं. കവി എന്താണ് ഈ വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്? ഖുശ്ബു രചനെ വാലെ മസ്ദൂരോं के बारे में कहते हैं, സുഗന്ധമുണ്ടാക്കുന്ന തൊഴിലാളികളെ കുറിച്ച് അദ്ദേഹം പറയാണ്. ഇൻ മസ്ദൂറോങ്കോ, ഈ തൊഴിലാളികൾക്ക് ദുനിയാക്കി സാരി ഗന്ദഗിക്ക് ബീച്ച്, അവർ സുഗന്ധമുണ്ടാക്കുന്ന, ലോകമെമ്പാടും സുഗന്ധം പരത്തുന്ന അഗർബത്തികൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അവരുടെ ദാരിദ്ര്യം കാരണം അവരെങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ജീവിക്കുന്നത്? വളരെയധികം അഴുക്ക് നിറഞ്ഞ ചുറ്റുപാടിൽ ജീവിക്കേണ്ടതായ സാഹചര്യമാണ്. ഏസേ ഗന്ധ സ്ഥാനം പറ, എന്നിട്ട് പോലും അങ്ങനെയുള്ള അഴുക്ക് നിറഞ്ഞ സ്ഥലങ്ങളിൽ താമസിച്ചുകൊണ്ട് അവരെന്തുണ്ടാക്കുന്നു? സാരി ദുനിയാമേ, ലോകം മുഴുവനും സുഗന്ധം വ്യാപിപ്പിക്കുന്ന അഗർബത്തികൾ ഉണ്ടാക്കുന്നു എന്ന്. കവി ഇസ് കവിതാമേ ബഹുവചൻ കാ പ്രയോഗ അധിക് ക്യാ ഹെ, ഇസ്കാ കാരണം ക്യാ ഹെ, കവി ഇവിടെ കൂടുതലും ബഹുവചൻ, അതായത് ഏകവചൻ ബഹുവചൻ എല്ലാവർക്കും അറിയായിരിക്കും. ഒന്നിനെ കുറിച്ച് പറയുന്നതിന് ഏകവചനും, ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് ബഹുവചൻ എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് കവി ഇവിടെ കൂടുതലും ബഹുവചൻ പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്? ഇസ് കവിത में कवि ने बहुवचन का प्रयोग इसलिए किया है क्योंकि ऐसे उद्योगों में काम करना कहीं एक जगह की नहीं बल्कि अनेक देशों की
സംസ്യാഹി. എന്തുകൊണ്ടാണ് ബഹുവചൻ്റെ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത്? ഏസെ ഉദ്യോഗമേ കം കർണ കഹിയേക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ മാത്രമല്ല, ലോകമെമ്പാടും ദേശോങ്കി സംസ്യാഹേ, അതായത് എല്ലാ ദേശങ്ങളിലുമുള്ള സ്ഥലങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ തൊഴിലാളികളുടെ മോശം അവസ്ഥ. അപ്പോൾ അത് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചല്ലല്ലോ, ഒരുപാട് സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് കവി ഇതിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതലും ബഹുവചൻ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കവിനെ लास्ट क्वेश्चन എന്താണ്? കവിനെ ഹാത്തോं के लिए कौन कौन से विशेषणों का प्रयोग किया है? കൈകളെക്കുറിച്ചിട്ട് കൈകളെക്കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം എന്തെല്ലാം വിശേഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഉപരേ നസോം വാലേ ഹാത്ത്, നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞരമ്പുകൾ പൊങ്ങിയ കൈകൾ. പീപ്പിൾ കെ പത്തേ സെ നയെ നയെ ഹാത്ത്. ജൂഹി കി ഡാൽ ജയ്സെ ഖുശ്ബുദാർ ഹാത്ത്. ഗിസെ നാക്കുനെ വാലെ ഹാത്ത്. ഗന്ധേ കടേ പിടേ ഹാത്ത്. സകം സെ ഫട്ടേ ഹുയെ ഹാത്ത്. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെ ഞരമ്പുകൾ പൊങ്ങിയ കൈകൾ, ആലിൻ്റെ പുതിയ ഇലകൾ പോലുള്ള കൈകൾ, മുല്ലപ്പൂവിൻ്റെ ബ്രാഞ്ചസ് പോലുള്ള കൈകൾ, പിന്നെന്താണ് നഖങ്ങൾ പൊളിഞ്ഞ കൈകൾ, അഴുക്ക് നിറഞ്ഞ കൈകൾ, ഇതെല്ലാം എല്ലാത്തിൻ്റെയും പ്രയോഗങ്ങൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.